Hi friends, ഫ്രീ ടൈം ക്ലൈൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് പ്രീവിയസ് LDC പരീക്ഷകൾക്ക് ചോദിച്ചതും എന്നാൽ ഭൂരിഭാഗം പേരും സ്കിപ്പ് ചെയ്തതുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. S+H+E 3 അക്കങ്ങളാണ്. HE × HE = S+H+E ആയാൽ S+H+E എത്രയാണ്? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യാൻ പോകുന്നത്. അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്: 25, 12, 625, 13. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ക്ലാസ്സിലൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും തന്നെ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സും 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ്സും ഒന്ന് മനഃപ്പാഠമാക്കി വെക്കുക. നിങ്ങൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കാര്യങ്ങൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഭിത്തിയുടെ മുന്നിൽ എഴുതി ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒട്ടിക്കുക. എന്നിട്ട് നിത്യവും അത് നോക്കുക. നിങ്ങൾ ഉറപ്പായും അത് പഠിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടെ വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: S+H+E 3 അക്കങ്ങളാണ്. HE × HE = S+H+E ആയാൽ S+H+E എത്രയാണ്? അവർ തന്നിരിക്കുന്ന ഓപ്ഷൻ ഇതൊക്കെയാണ്: 12, 25, 625, 13. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു പ്രോപ്പർ മാത്സ് അല്ല. ഇതിന് നമ്മൾ ക്രിപ്റ്റോമെട്രി മെൻ്റൽ എബിലിറ്റി എന്ന് പറയും. നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്നാൽ നമുക്കിത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവർ തന്നിരിക്കുന്ന കാര്യമാണ് S+H+E 3 അക്കങ്ങളാണ്. S+H+E 3 അക്കങ്ങളാണ്. 3 അക്കങ്ങൾ എന്ന് പറയുമ്പോൾ 3 1 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ഈ S എന്ന് പറയുന്നത് 0 തൊട്ട് 9 വരെ ഏത് സംഖ്യയാകാം. H-ഉം 0 തൊട്ട് 9 വരെ ഏത് സംഖ്യയാകാം. E-യും 0 തൊട്ട് 9 വരെ ഏത് സംഖ്യയാകാം. അടുത്തതായി അവർ തന്നിരിക്കുന്നത് HE × HE = S+H+E എന്നാണ്. HE × HE = S+H+E എന്നാണ്. നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരേ കണക്കുള്ള രണ്ട് സംഖ്യകളല്ലേ HE × HE. അപ്പം ഒരേ കണക്കുള്ള രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ നമുക്ക് വേറൊരു സംഖ്യ കിട്ടും. അപ്പോൾ നമുക്ക് HE × HE HE² എന്ന് എഴുതിക്കൂടെ? HE² എന്ന് എഴുതിക്കൂടെ? HE² = S+H+E എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കിട്ടിയിരുന്നത് ഒരു 2 അക്ക സംഖ്യയുടെ സ്ക്വയർ ഒരു 3 അക്ക സംഖ്യയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ആൻസർ കിട്ടേണ്ട സംഖ്യയുടെ സ്ക്വയറിൻ്റെ അവസാന 2 സംഖ്യയും ഈ സംഖ്യയും സെയിം ആണ്. അതായത് ഈ HEയും ഈ ആൻസറായിട്ട് കിട്ടിയ സ്ക്വയറിൻ്റെ അവസാന 2 സംഖ്യകളും സെയിം ആണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ 1 മുതൽ 30 വരെയുള്ള സംഖ്യയുടെ സ്ക്വയേഴ്സും 1 മുതൽ 15 വരെയുള്ള സംഖ്യയുടെ ക്യൂബ്സും എപ്പോഴും മനഃപ്പാഠമാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 2 അക്ക സംഖ്യയുടെ സ്ക്വയർ 3 അക്ക സംഖ്യയാണ്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഏതൊക്കെ 2 അക്ക സംഖ്യയുടെയാണോ സ്ക്വയേഴ്സ് 3 അക്ക സംഖ്യ ആൻസർ കിട്ടുന്നതാണ് എഴുതിയിരിക്കുന്നത്. അതായത് 10 മുതൽ 31 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സാണ് 3 അക്ക സംഖ്യയുടെ ആൻസർ കിട്ടുന്നത്. 32 നോക്കേണ്ട കാര്യമില്ല, കാരണം 32 സ്ക്വയർ എന്ന് പറയുന്നത് 1004 ആണ്. അത് 4 അക്ക സംഖ്യയാണ്. നമുക്ക് ആൻസർ ഇവിടെ 3 അക്ക സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഈ 10 മുതൽ സ്ക്വയേഴ്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ, നമ്മൾ 10ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കിയാൽ അവസാന 2 സംഖ്യ നോക്കും. സ്ക്വയേഴ്സിൻ്റെ 0 0 ആണ്, പക്ഷേ ഇത് 1 0 ആണ്. 11 എടുത്താൽ 11ൻ്റെ സ്ക്വയർ 121 ആണ്, പക്ഷേ 2 1 ആണ് അവസാനം. അപ്പോൾ ഈ സംഖ്യയും അവസാന സംഖ്യകളും സെയിം അല്ല. അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ നമ്മൾ 25ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ മാത്രമാണ് അവസാന 2 സംഖ്യയും ഈ 25ഉം സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ എടുത്ത് എഴുതാം: 25ൻ്റെ സ്ക്വയർ = 625. അവർ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആയിട്ടില്ലേ? ഈ 2 സംഖ്യകളാണ് 25, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3 അക്ക സംഖ്യയാണ്. അതുമാത്രമല്ല, ഈ 2 സംഖ്യകൾ തന്നെയാണ് സ്ക്വയറിൻ്റെ അവസാനമുള്ള 2 സംഖ്യയും. അപ്പോൾ നമുക്ക് S+H+E കിട്ടി. ഇവർ തന്നിരിക്കുന്നത് HE² = S+H എന്നല്ലേ. അപ്പോൾ നമുക്ക് S+H കിട്ടി. എന്നാൽ അവർ ചോദിച്ചിരിക്കുന്നത് S+H+E എത്രയാണ്? നമുക്ക് Sഉം കിട്ടി, Hഉം കിട്ടി, Eയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് S+H+E കണ്ടുപിടിച്ചൂടെ? S+H+E = 6 + 2 + 5 = 6 + 2 + 5 ചെയ്യുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ S+H+E = 13 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അവർ തന്നിരിക്കുന്ന കാര്യങ്ങൾ S+H+E 3 അക്കങ്ങളാണ്. 3 അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ആ Sഉം Hഉം Eയും 0 തൊട്ട് 9 വരെയുള്ള ഏത് സംഖ്യയാകാം. രണ്ടാമത് തന്നിരിക്കുന്നത് HE × HE = S+H+E എന്നാണ്. അപ്പോൾ HE × HE നമുക്ക് HE² എന്ന് എഴുതിക്കൂടെ? HE² = S+H എന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയേഴ്സ് ചെക്ക് ചെയ്യുമ്പം അവർ പറയുന്ന വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ HEയുടെ സ്ക്വയർ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ 2 സംഖ്യയും ഈ HEയും സെയിം ആയിരിക്കും.
അപ്പോൾ നമ്മൾ സ്ക്വയേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 25-ൻ്റെ മാത്രം സ്ക്വയറാണ് അവർ പറയുന്ന കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ആയിട്ട് വരുന്നത്. അപ്പോൾ 25-ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 625 25-ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 625 അപ്പോൾ 25 തന്നെയാണ് 625-ൻ്റെ അവസാനത്തെ രണ്ട് സംഖ്യ. അപ്പോൾ നമുക്ക് S+H+E കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് S+H+E ആണ്. അപ്പോൾ S+H+E എന്ന് പറയുന്നത് 6+2+5 ചെയ്യുമ്പോൾ നമുക്ക് 13 ആൻസർ കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിലൂടെ ചോദിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. S+H+E 3 അക്കങ്ങളാണ്. H⁻H = S+H+E ആയാൽ S+H+E എത്ര? ഇങ്ങനെയും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്തെഴുതാം. H⁻H = S+H+E എന്നാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇതാണ്ട് ഇവിടെ H⁻H = ഈ എച്ചും സെയിം ആണ്. അപ്പോൾ ഇവിടെ ഏത് സംഖ്യ എടുത്താലും ആ സംഖ്യ എന്നായിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമുക്ക് സംശയം വരാം, സ്ക്വയർ ആണോ സ്ക്വയറിൽ വലുത് എന്തെങ്കിലും വരാമെന്ന്. നമുക്ക് അത് ആദ്യം ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 3 ഇടുകയാണ്. H⁻3 അപ്പോൾ ഇവിടെ 3 ഇടുമ്പോൾ എന്തായാലും ഈ H 3 ആയിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇതുകൂടെ 3 ആക്കി വെക്കാം. ആദ്യം 3 വരുന്നത്, രണ്ടാമത്തത് 0 തൊട്ട് 9 വരെ ഏതും ആകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 30-നെ ചെക്ക് ചെയ്ത് നോക്കാം. 30-ൻ്റെ ക്യൂബ് വെക്കുമ്പോൾ തന്നെ 27,000 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 27,000 ഒരു 5 ഡിജിറ്റ് സംഖ്യയാണ്. നമുക്ക് ആൻസർ 3 ഡിജിറ്റ് സംഖ്യയാണ്. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഒരിക്കലും ഈ H എന്ന് പറയുന്നത് 2-ന് മുകളിലായിരിക്കത്തില്ല. ക്യൂബ് എടുത്താൽ നമുക്ക് 27,000 കിട്ടി. അപ്പം റേസ്റ്റ് 4 എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിൻ്റെ മുകളിലായിരിക്കത്തില്ല എപ്പോഴും. അപ്പോൾ നമുക്ക് H എപ്പോഴും 2-ന് 2 ആയിരിക്കും. നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് H-ന് വരെ 2 വിടാം. H റേസ്റ്റും പവറും 2 തന്നെ ആയിരിക്കും, അതിൽ കൂടുതൽ വരത്തില്ല, നമുക്ക് ഉറപ്പിക്കാം. ഇനി നമുക്ക് കിട്ടേണ്ടത്, ഇപ്പോൾ നമുക്ക് മറ്റേ കഴിഞ്ഞ ക്വസ്റ്റിനെക്കാട്ടി സിമ്പിളാണ്. കാരണം നമുക്ക് 20-നും 29-നും ഇടയ്ക്കുള്ള സ്ക്വയേഴ്സ് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 20-നും 29-നും ഇടയ്ക്കുള്ള സ്ക്വയേഴ്സ് ചെക്ക് ചെയ്ത് വരുമ്പോൾ ഈ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മളെന്താണ് പറഞ്ഞത്? H⁻H = S+H, അതായത് ഈ H തന്നെയായിരിക്കും സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ H-ൻ്റെ അവസാനത്തെ രണ്ട് സംഖ്യ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് 25 മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയിട്ട് വരുന്നത് 25-ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 625 എന്ന് കിട്ടും. ഇനി ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത കണക്ക് തന്നെയാണ്. നമുക്ക് S+H കിട്ടണം, നമുക്ക് Sഉം Hഉം Eയും കിട്ടി. ഇനി നമുക്ക് S+H+E കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 6+2+5 = 13 എന്ന ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഈ 2 ടൈപ്പിലായിരിക്കും പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ പറയാം, ഇവിടെ തന്നിരിക്കുന്നത് H⁻H = S+H എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ H-നെ 3 കൊടുത്തു വെക്കാം. 3 കൊടുക്കുമ്പോൾ ഇതാണ്ട് ഇവിടുത്തെ H 3 ആവും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം, 30-ന് മേപ്പോട്ടുള്ള ക്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ അത് തന്നെ 27,000 വലിയൊരു സംഖ്യയാണ്, 5 ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ പക്ഷേ 3 ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം H ഒരിക്കലും 2-ന് മുകളിലായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റിനെക്കാട്ടും വളരെ സിമ്പിളായി 20-നും 29-നും ഇടയ്ക്കുള്ള സ്ക്വയേഴ്സ് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? H⁻E തന്നെയായിരിക്കും സ്ക്വയറിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ്. അപ്പോൾ നമ്മളങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ 25-ൻ്റെ സ്ക്വയർ മാത്രമാണ് 625. ഈ H⁻E തന്നെയായിരിക്കും ഇതിൻ്റെ അവസാനത്തെ 2 അക്കവും. അതുകൊണ്ട് നമുക്ക് S+H എന്ന് പറയുന്നത് 625 എടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S+H+E ആണ്. അപ്പോൾ നമുക്ക് 13 ആൻസർ കിട്ടും. അപ്പം ഇത്രയും പറഞ്ഞ കാര്യം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും ആർക്കും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആൻസർ മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. കാരണം നമുക്ക് ഇത്രയും സ്റ്റെപ്പിനൊന്നും PSCക്ക് മാർക്കില്ല. നമ്മൾ ചോദിക്കുമ്പം ആൻസർ മാത്രം എഴുതിയാൽ മതി. നമുക്ക് ആൻസർ 13 എല്ലാവരും ഓർത്തിരിക്കുക. ഈ ടൈപ്പിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ആൻസർ മാത്രം ഒന്ന് ഓർത്തിരിക്കുക, ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും എല്ലാവരും പഠിച്ച് കാണുമെന്നും വിശ്വസിക്കുന്നു. മാക്സിമം കിട്ടുന്ന ടൈംസ് പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഞങ്ങൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. നന്ദി.